ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് കുഞ്ഞോണത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിലെ ബെല്ലേക്കല്ലേ അതിൽ ഓൾ വേനൊക്കെ ഇന്നലെ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമ്മളിന്ന് ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് പോലെയാണ്. നമ്മൾ രാവിലെ തന്നെ ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. ചായ നമ്മൾ നല്ലോണം ഏന്തുന്നുണ്ട്. ഈ ഏന്തെല്ലാണ് നമ്മളെ ചായ അടിപൊളിയാവുക ഗൈസ്. പിന്നെ രാവിലെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട്. പിന്നെ കണ്ണൂര് സ്പെഷ്യൽ ദോശ തിന്നുന്നുണ്ട് നമ്മൾ. കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ദോശയാണിത്, അരിദോശ. അതിൻ്റെ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറാണ് ഉച്ചക്ക് വെക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ അരി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരി നല്ലോണം കഴുകുന്നുണ്ട്. അരി കഴുകിയതിന് ശേഷം നമ്മൾ ഒരു പൊതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്യാസ് മേലെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഓൾ സ്പൈസസ് ഇടുന്നുണ്ട്. നമ്മൾ അരി നല്ലോണം വറുക്കുന്നുണ്ട്. നമ്മൾ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. അതുകൊണ്ട് നമ്മൾ 6 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉപ്പും നാരങ്ങ നീരെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ അത് വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഉള്ളി പൊരിക്കുന്നതാണ്. നമ്മൾ അതിന് അലങ്കാരപ്പണി ചെയ്യുന്നുണ്ട് നെയ്ച്ചോണ്ട. പിന്നെ നമ്മൾ കാഷ്യൂ വറുത്ത് കോരുന്നുണ്ട്. കിസ്മിസും എല്ലാം വറുത്ത് കോരുന്നുണ്ട്. നമ്മൾ അതും അലങ്കാര പരിപാടിക്ക് ഇടുന്നുണ്ട്. നമ്മൾ നല്ലോണം അലങ്കാരപ്പണി ചെയ്യുന്നുണ്ട് നെയ്ച്ചോണ്ട. പിന്നെ നമ്മളിത് ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ട് മല്ലിയും വറ്റൽമുളകും വറുക്കുന്നതാണ്. കായ്മുളകും നല്ലോണം വറുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ചേർക്കുന്നുണ്ട്. നമ്മളിന്ന് ചട്ടിയിലാണ് ചിക്കൻ കറി വെക്കുന്നത്. നാടൻ ചിക്കൻ കറിയാണിന്ന്. നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ നാടൻ ചിക്കൻ കറി വെക്കുക ഗായ്സ്. നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് നമ്മളെ ചാനലിൽ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരു 3 തക്കാളി, പിന്നെ നമ്മൾ അരച്ച ആ മസാല അതിലേക്ക് ചേർക്കുന്നുണ്ട്. ചിക്കനും ആ അരച്ച മസാലയാണ് നമ്മൾ ചിക്കനിലേക്ക് പെരക്കിയത്. അങ്ങനെ നമ്മളെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഉച്ചക്കുള്ള ഫിഷ് ഫ്രൈ ആണ്, ആഗോലി ഫ്രൈ ആണ്. അങ്ങനെ നമ്മൾ ഉച്ച ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഉച്ചക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും നല്ല ആഗോലി ഫ്രൈ എല്ലാമാണ് നമ്മളെ കുഞ്ഞോണത്തിലെ ഭക്ഷണം. നല്ല നാടൻ ചിക്കൻ കറി ഉണ്ട് ഗൈസ്. ചട്ടിയിൽ വെച്ചോണ്ട് വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല പപ്പടം ഉണ്ട് ഗൈസ്, വലിയ പപ്പടം ഉണ്ട്. ഇനി നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വറുത്ത കായ് ഉണ്ടാക്കുന്നുണ്ട്, ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ഇത് സാധാ ഉപ്പേരിയാണ്. പിന്നെ നമുക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചക്കര ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ആ വെല്ലം ഉരുകിയതിന് ശേഷം നമ്മൾ ഒരു ചീൻചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഏലക്കായ്പ്പൊടിയും ജീരകപ്പൊടിയും ചുക്കുപൊടിയും എല്ലാം ഇട്ടിട്ട് നമ്മളെ കായ് കൂട്ടിയിട്ടുണ്ട്. വറുത്ത് കോരിയ കായ് കൂട്ടിയിട്ടുണ്ട്. ഗായ്സ്, ഈ മിക്സിങ്ങിലാണ് നമ്മളെ വറുത്ത കായ് ശർക്കര ഉപ്പേരി നല്ല ടേസ്റ്റ് ആയിട്ട് വരുക. ഈ മിക്സിങ് ഒരിക്കലും ഒഴിവാക്കറേ. പിന്നെ കുറച്ച് ചുക്കുപൊടി ഇടുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഗായ്സ്. ഞാൻ അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ വറുത്ത ഉപ്പേരിയും ശർക്കര ഉപ്പേരിയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സന്ധ്യക്ക് വിളക്കെത്തിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗായ്സ്. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. എല്ലാവരും കമൻറ്റ്
സബ്സ്ക്രൈബും ചെയ്യണേ.